നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് UG 2024 മെയ് 5 സിലബസ് പരിഷ്കരിച്ചു, അലോട്ട്മെന്റ് ഏകീകരിക്കുന്നു. JEE മെയിൻ 2024 ആദ്യ സെഷൻ ഓൺലൈൻ അപേക്ഷ അവസാനിച്ചു, ആപ്ലിക്കേഷൻ കറക്ഷൻ ആരംഭിച്ചു. IIT പ്രവേശനം JEE അഡ്വാൻസ്ഡ് മെയ് 26 സിലബസിന് മാറ്റമില്ല. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിഷ്കരിക്കുന്നു, ഇത്തവണ ഓൺലൈൻ പരീക്ഷ. BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ നിർബന്ധമാക്കുന്നു, പല സംസ്ഥാനങ്ങളിലും പല പരീക്ഷകൾ. കേരള ആർക്കിടെക്ചർ പ്രവേശനത്തിന് നേറ്റ ഓൺലൈൻ എക്സാം നിർബന്ധം. IIST തിരുവനന്തപുരം പ്രവേശനം JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച്. +1 +2 വിദേശ രാജ്യങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് ദാസ സ്കീം വഴിയുള്ള NIT പ്രവേശനം ഓൺലൈൻ അപേക്ഷ ജൂൺ മാസത്തിൽ. മിലിറ്ററി നഴ്സിംഗ് പ്രവേശനം നീറ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, അപേക്ഷ നീറ്റ് റിസൾട്ട് പ്രഖ്യാപനത്തിന് ശേഷം. CUET ഓൺലൈൻ എൻട്രൻസ് എക്സാം മെയ് 15 ആരംഭിക്കും, അപേക്ഷ ഫെബ്രുവരി മാസത്തിൽ. കുസാറ്റ് കാറ്റ് ഏപ്രിൽ മാസത്തിൽ ഓൺലൈനായി. റിസർച്ച് മേഖല താൽപ്പര്യമുള്ളവർക്ക് നൈസർ നെസ്റ്റ് അതുപോലെ ഐസർ എക്സാമുകൾ ജൂൺ മാസത്തിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിഫ്റ്റ് എൻട്രൻസ് എക്സാം ഫെബ്രുവരി 5 ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. അമൃത VIT എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഓൺലൈൻ ആപ്ലിക്കേഷൻ വെബ്സൈറ്റിൽ. 2023 പ്രവേശനം. കേരള, തമിഴ്നാട് ഓൾ ഇന്ത്യ കോട്ട റീഫണ്ട് നടപടികൾ ഉടൻ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് 2024 മെയ് 5. 6 വർഷത്തിന് ശേഷം സിലബസിൽ ഒട്ടേറെ പരിഷ്കാരങ്ങൾ. ഈ വർഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തന്നെ ആയിരിക്കും പരീക്ഷ നടത്തുന്നത്. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി ഒരൊറ്റ ദിവസം നടത്തുന്ന ഈ ഓഫ്ലൈൻ പരീക്ഷയ്ക്ക് ഏകദേശം 22 ലക്ഷം അപേക്ഷകരെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓൺലൈൻ അപേക്ഷ അടുത്ത മാസം അവസാനത്തോടെ ആരംഭിക്കും. ചോദ്യങ്ങളുടെ രീതിയിലോ നടത്തിപ്പിലോ സമയത്തിലോ മറ്റു മാറ്റങ്ങളൊന്നും തന്നെ വരുത്തുന്നില്ല. എന്നാൽ ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ അപ്പാടെ മാറുകയാണ്. കഴിഞ്ഞ വർഷം വരെ ഓൾ ഇന്ത്യ കോട്ട, എയിംസ്, ജിപ്മർ, AFMC, ESI കോളേജുകൾ, ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് കോളേജുകളിലെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെയും ഒക്കെ വ്യത്യസ്ത അലോട്ട്മെൻറ്റ് നടപടികളിലൂടെയാണ് ഒരു കുട്ടി കടന്നു പോകേണ്ടിയിരുന്നത്. ഇത് ഏറെ കാലതാമസത്തിന് ഇട നൽകിയിരുന്നു. അതുകൂടാതെ ഒരു വിദ്യാർത്ഥി തൻ്റെ റാങ്കിനും റിസർവേഷനും അനുസരിച്ച് ഒരു സീറ്റ് ലഭിക്കുന്നതിലേക്കായി പല വെബ്സൈറ്റുകളിലും പലപ്പോഴായി അപേക്ഷകൾ കൊടുക്കുകയും പ്രവേശനം ലഭിക്കുമോ ഇല്ലയോ എന്ന വ്യക്തത കുറവും ഉണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെ ഒരു കുട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ പ്രവേശന നടപടികളും ഏകീകരിക്കുവാനാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളുടെയും നിയമങ്ങളും അർഹതകളും പരിപാലിക്കുന്നതിനായി ചീഫ് സെക്രട്ടറി തലത്തിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. ഇത് നടപ്പിലായാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കുമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. JEE മെയിൻ 2024 2 അവസരങ്ങളാണ് ഈ വർഷവും വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ജനുവരി 15 ഏപ്രിൽ 1 ആരംഭിക്കുന്ന 2 സെഷൻ പരീക്ഷകളുടെയും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ ആണ് NITകൾ, IIITകൾ, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നിവയുടെ പ്രവേശനം തീരുമാനിക്കുന്നത്. JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാനുള്ള യോഗ്യതയും. ആദ്യ സെഷനുള്ള ഓൺലൈൻ അപേക്ഷ അവസാനിച്ചു. ഡിസംബർ 6, 7, 8 തീയതികളിൽ
അപേക്ഷയിൽ കുട്ടികൾക്ക് സംഭവിച്ച തെറ്റുകൾ തിരുത്തുവാനുള്ള സമയമാണ്. അതിനുശേഷം ഓരോ അപേക്ഷയും NTA പരിശോധിക്കുകയും അപ്ലോഡ് ചെയ്ത ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയിലെ അപാകതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കുവാൻ ആവശ്യമായ സമയം പിന്നീട് അനുവദിക്കുന്നതുമാണ്. ജനുവരി 15-ന് എക്സാം സിറ്റിയും ഏത് ദിവസമാണ് ഓൺലൈൻ എക്സാം എന്നും jemain.nta.ac.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പരീക്ഷയ്ക്ക് 3 ദിവസം മുമ്പ് അഡ്മിറ്റ് കാർഡുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അഡ്മിറ്റ് കാർഡിനൊപ്പം ഒരു ഫോട്ടോ ID പ്രൂഫും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കയ്യിൽ കരുതണം. 23 IITകളിലെ 16,000-ഓളം സീറ്റുകളിലോട്ടുള്ള 2024 JEE അഡ്വാൻസ്ഡ് മെയ് 26-ന്, JEE മെയിൻ, നീറ്റ് എന്നീ ദേശീയ പ്രവേശന പരീക്ഷകൾക്കുള്ള സിലബസിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെങ്കിലും NCERT സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പല അധ്യായങ്ങളും അവർ ഒഴിവാക്കിയെങ്കിലും 2024 JEE അഡ്വാൻസ്ഡിൻ്റെ സിലബസിൽ യാതൊരുവിധ മാറ്റങ്ങളും വരുത്തുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. IIT മദ്രാസിൻ്റെ നേതൃത്വത്തിലാണ് അടുത്ത വർഷം പരീക്ഷ നടത്തുന്നത്. മുൻ വർഷങ്ങളിലെ സിലബസിൽ നിന്ന് യാതൊരു മാറ്റവും വരുത്താതെ തന്നെയാണ് ഈ വർഷവും 2024 JEE അഡ്വാൻസ്ഡ് നടക്കുന്നത്. 2024 ഏപ്രിൽ 25-ന് JEE മെയിൻ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം JEE.adv.ac.in എന്ന വെബ്സൈറ്റ് വഴി യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ പ്രത്യേകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും വേണം. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം 2024 മുതൽ ഓൺലൈൻ രീതിയിലേക്ക് മാറ്റുന്നു. JEE മെയിൻ രൂപത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവയുടെ ഒരൊറ്റ പേപ്പറായിരിക്കും ഇനി മുതൽ കുട്ടികൾ എഴുതേണ്ടത്. 1,00,000-ലധികം കുട്ടികൾ എഴുതുന്ന ഈ പ്രവേശന പരീക്ഷ ഒരു ദിവസം മാത്രമായി നടത്തുന്നത് സാങ്കേതികമായി ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു ദിവസം 2 ഷെഡ്യൂളുകളിലായി പല ദിവസങ്ങളിലായിട്ടായിരിക്കും എല്ലാവർക്കും പരീക്ഷ. വിവിധ പരീക്ഷകളുടെ പേഴ്സൻറ്റേജ് സ്കോറുകളും +2-ന് കുട്ടിക്ക് ലഭിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ലഭിച്ച മാർക്കും കൂടി പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എന്നാൽ കേരളത്തിലെ B.Pharm പ്രവേശനം ഇതുവരെ നടത്തിയിരുന്നത് എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ 1, അതായത് ഫിസിക്സ്, കെമിസ്ട്രി പേപ്പറിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കേരള എഞ്ചിനീയറിംഗിന് ഇനി മുതൽ ഒരൊറ്റ പേപ്പറായി മാറിയാൽ B.Pharmന് പ്രത്യേകം എൻട്രൻസ് നടത്തേണ്ടതായി വന്നേക്കാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2024 നീറ്റ്, JEE മെയിൻ, കീം എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ഇനിയുള്ള ഏതാനും മാസങ്ങളിൽ 100% വരെ സ്കോളർഷിപ്പോടുകൂടിയും ഏറ്റവും കുറഞ്ഞ ഫീസോടുകൂടിയും പരിശീലനം നേടാൻ ഇതാ ഒരു സുവർണാവസരം. ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സ് 2024-ന്റെ ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളിലേക്ക് ഇനിയും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നവംബർ 1-ന് ആരംഭിച്ച ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ജനുവരി 1-ന് ഏറ്റവും പുതിയ ഫേസ് 2 ബാച്ചുകളും ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കോഴ്സിന്റെ ഭാഗമാകാം. ബോർഡ് എക്സാമിന് ശേഷം ഓഫ്ലൈൻ ബാച്ചുകളും ആരംഭിക്കും. ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പിൽ ലഭ്യമാകും എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. രജിസ്റ്റർ ചെയ്യുന്നതിനായി brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0482220600. വാർത്തകൾ തുടരുന്നു. BSc നഴ്സിംഗ് പ്രവേശനം ഇനി മുതൽ വിവിധ പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ മാത്രം. കേരളത്തിലെ കുട്ടികൾ ഏറ്റവുമധികം അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഈ മേഖലയിൽ ഇനി പ്രവേശനത്തിന് അതത് സംസ്ഥാനങ്ങളുടെ നിയമങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവേശന പരീക്ഷ നിർബന്ധമാക്കുന്നു. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും BSc നഴ്സിംഗിന് ഇനി മുതൽ കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രവേശന പരീക്ഷ നിർബന്ധമാക്കും. കഴിഞ്ഞ വർഷം വരെ മാർക്കിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പ്രവേശനം ലഭിച്ചിരുന്നത് ഇനി മുതൽ
പ്രവേശന പരീക്ഷയിലേക്ക് മാറ്റണമെന്ന് 2022 തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അഭിപ്രായപ്പെട്ടിരുന്നു. കർണാടകയിൽ BSc നഴ്സിംഗ് പ്രവേശനം ഇനി മുതൽ ലഭിക്കുന്നതിന് CET നടത്തുന്ന പ്രവേശന പരീക്ഷയും, തമിഴ്നാട്ടിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ അവർ നടത്തുന്ന മറ്റൊരു പ്രവേശന പരീക്ഷയും നിർബന്ധമാക്കിയിട്ടുണ്ട്. ആന്ധ്ര, തെലുങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നീറ്റ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും ജിപ്മർ, മൗലാന, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, RAK തുടങ്ങിയ നാഷണലൈസ്ഡ് സ്ഥാപനങ്ങളിലും AFMC പൂനെ അടക്കമുള്ള 5 മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിലും നീറ്റ് തന്നെയായിരിക്കും അടിസ്ഥാന യോഗ്യത. എന്നാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ BSc നഴ്സിംഗ് പഠനം സാധ്യമായ എയിംസ് ഡൽഹി, ഭുവനേശ്വർ, ഭോപ്പാൽ തുടങ്ങിയ 14 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗ് പ്രവേശനം ജൂൺ മാസത്തിൽ എയിംസ് തന്നെ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലുമാണ്. കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും കോളേജുകളിലെ ആർക്കിടെക്ചർ പഠനത്തിന് കേരള എൻട്രൻസ് കമ്മീഷൻ പ്രത്യേകം പരീക്ഷ നടത്തുന്നില്ല. പകരം നാറ്റ നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെ മാർക്കും +2 മൊത്തം ലഭിക്കുന്ന മാർക്കും കൂടി പരിഗണിച്ചായിരിക്കും ഈ വർഷവും അഡ്മിഷൻ. വർഷത്തിൽ 3 പ്രാവശ്യം ഏപ്രിൽ, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് നാറ്റയുടെ ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ. NITകളിലെ ആർക്കിടെക്ചർ പഠനത്തിന് JEE മെയിൻ പേപ്പർ 2 റാങ്ക് മാത്രമായിരിക്കും പരിഗണിക്കുന്നതും. IIST തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് IIT അല്ലെങ്കിൽ IIST പോലെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവേശനം. അതിൽ ഏറ്റവും ഉദാഹരണം IIST തിരുവനന്തപുരവും. JEE അഡ്വാൻസ്ഡ് 2024 റാങ്ക് അനുസരിച്ചായിരിക്കും ഈ സ്ഥാപനത്തിലേക്കുള്ള ഈ വർഷത്തെയും പ്രവേശനം. വെബ്സൈറ്റ് iist.ac.in. JEE അഡ്വാൻസ്ഡ് റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ജൂണിൽ പ്രത്യേകം ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം. 4-year BTech ഇൻ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, 4-year BTech ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഏവിയോണിക്സ്, 5-year ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം എന്നീ 3 പ്രോഗ്രാമുകളിൽ കുട്ടികൾക്ക് JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച് പ്രവേശനം ലഭിക്കും. +1, +2 വിദേശ രാജ്യങ്ങളിൽ പഠിച്ച കുട്ടികൾക്ക് NITകളിൽ ദാസ സ്കീം വഴിയുള്ള പ്രവേശനത്തിന് പ്രത്യേകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കണം. 2024 ഏപ്രിൽ 25 JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ദാസ NIT.org എന്ന വെബ്സൈറ്റ് വഴി ജൂണിൽ അപേക്ഷകൾ സമർപ്പിക്കണം. JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് തന്നെയാണ് ഇവിടെയും മാനദണ്ഡം. JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ജോസയിൽ പ്രവേശനം കിട്ടുന്നതിനേക്കാൾ വളരെ കുറച്ച് റാങ്കിനും അതേ ഫീസിൽ തന്നെ NITകളിൽ പ്രവേശന സാധ്യതകൾ നൽകുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ +1, +2 പഠിച്ച വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ദാസ സ്കീം. OCI PIO കാർഡ് ഹോൾഡേഴ്സിന് ഇന്ത്യയിൽ +1, +2 പഠിച്ചു കഴിഞ്ഞാലും ഈ സ്കീം വഴി അപേക്ഷകൾ സമർപ്പിക്കാം. ഹൈദരാബാദ്, ഡൽഹി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മില്ല, പോണ്ടിച്ചേരി തുടങ്ങിയ 49ഓളം കേന്ദ്ര സർവകലാശാലകളിലെ അഗ്രികൾച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ആർട്സ് തുടങ്ങി ഏകദേശം 2 ലക്ഷത്തോളം ഡിഗ്രി കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷയായ CUET 2024 മെയ് 15 മുതൽ 31 വരെ 2 ആഴ്ചകളിലായി നടക്കുന്നു. ICARന് കീഴിലുള്ള ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള 11 പ്രോഗ്രാമുകൾക്കും CUETയിൽ നിന്ന് ലഭിക്കുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചായിരിക്കും ഈ വർഷവും പ്രവേശനം. CUET.summer.ac.in എന്ന വെബ്സൈറ്റിൽ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിവ ഉൾപ്പെടെ 13 പ്രാദേശിക ഭാഷകളിൽ ഏതിൽ വേണമെങ്കിലും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് എക്സാം എഴുതാം. 13 ലാംഗ്വേജുകളും 20 ഓപ്ഷണൽ ലാംഗ്വേജുകളും 23 ഡൊമൈൻ സബ്ജക്റ്റുകളിലും ഒരു ജനറൽ ടെസ്റ്റും ഉൾപ്പെടുന്നതാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം അഥവാ CUET.
ഓരോ കുട്ടികൾക്കും ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ ഏറ്റവും താല്പര്യമുള്ള 10 വിഷയങ്ങൾ വരെ പരീക്ഷയ്ക്ക് എഴുതാവുന്നതാണ്. ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് ഡിഗ്രി കോഴ്സിനാണ് നമുക്ക് താല്പര്യം എന്നതനുസരിച്ചാണ് ഈ എൻട്രൻസ് എക്സാമിൻ്റെ പരീക്ഷാ വിഷയങ്ങൾ നാം തിരഞ്ഞെടുക്കേണ്ടത്. CUETയുടെ മാർക്ക് ലഭിച്ചതിന് ശേഷം ആ മാർക്ക് മുഖേന നമുക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളിൽ ഓരോരുത്തരും പ്രത്യേകം ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുകയും വേണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ 2025 വിവിധ എൻട്രൻസിനും തയ്യാറെടുക്കാം. ഒരു വർഷത്തെ ചിട്ടയായ പരിശീലനത്തിലൂടെ 2025 നീറ്റ്, JEE, കീം ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ ആഗ്രഹിച്ച വിജയം കരസ്ഥമാക്കാൻ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ 1 ഇയർ ലോങ് ടൈം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കടന്നു വരാം. ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. എൻട്രൻസിന് പുറമെ ബോർഡ് എക്സാമിലും ഉന്നത വിജയം നേടാൻ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വരുന്ന ഡിസംബർ 27-നാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. +1 ടോപ്പിക്സ് ഓൺലൈൻ മോഡിലും +2 ടോപ്പിക്സ് ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകളിലും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംശയങ്ങൾക്ക് വിളിക്കാം 04822206100. വാർത്തകൾ തുടരുന്നു. +2 2023-24 കുട്ടികൾക്ക് ഐസർ പ്രവേശനത്തിന് 2 ചാനലുകൾ കൂടി അപേക്ഷകൾ സമർപ്പിക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, JEE അഡ്വാൻസ്ഡ് 2024 എന്നിവയുടെ റാങ്ക് ആയിരിക്കും യോഗ്യതാ മാനദണ്ഡം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂണിൽ രാജ്യവ്യാപകമായി ഓൺലൈൻ മോഡിൽ നടക്കും. മെയ് മാസത്തിൽ iser.admission.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ 15 ചോദ്യങ്ങൾ വീതം 60 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതായി വരും. ഓരോ സബ്ജക്റ്റുകൾക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ല. തിരുവനന്തപുരം, ബരാംപൂർ, ഭോപ്പാൽ, കൽക്കട്ട, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിലാണ് 5 ഇയർ BSMS പ്രോഗ്രാം ഉള്ളത്. ഭോപ്പാലിൽ ഇതുകൂടാതെ 4 ഇയർ BS പ്രോഗ്രാം പഠിക്കുവാനും സാധിക്കും. ഐസർ തന്നെ നടത്തുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്ക് അനുസരിച്ചാണ് ഈ 7 സ്ഥാപനങ്ങളിലെയും 75% പ്രവേശനം. അതുകൂടാതെ കഴിഞ്ഞ വർഷം മുതൽ IISc ബാംഗ്ലൂരിലെ 4 ഇയർ BS പ്രോഗ്രാമിനും IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത കോഴ്സിനും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് അനുസരിച്ച് പ്രവേശനം ലഭിച്ചു. നാഷണൽ എൻട്രൻസ് സ്ക്രീനിംഗ് ടെസ്റ്റ് നെസ്റ്റ് ജൂൺ മാസത്തിൽ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നൈസർ ഭുവനേശ്വർ, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി സെൻറ്റർ ഫോർ എക്സലൻസ് ഇൻ ബേസിക് സയൻസ് എന്നിവയിലേക്കും പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള നിർബന്ധിത ഓൺലൈൻ പ്രവേശന പരീക്ഷയാണ് നൈസർ നെസ്റ്റ്. നൈസർ പ്രവേശന പരീക്ഷയുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 2 ക്യാമ്പസുകളിലെയും ബയോളജിക്കൽ, കെമിക്കൽ, മാത്തമാറ്റിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിൽ 5 വർഷ MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് പ്രവേശനം ലഭിക്കുന്നതാണ്. 2004 ആഗസ്റ്റ് 1 ശേഷം ജനിച്ച 2022, 23, 24 വർഷങ്ങളിൽ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഈ പ്രവേശനത്തിന് യോഗ്യതയുണ്ടായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി വിഷയങ്ങളിലായിരിക്കും പ്രവേശന പരീക്ഷ. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന 3 വിഷയങ്ങളുടെ മാർക്കുകളായിരിക്കും റാങ്ക് നിർണയത്തിന് പരിഗണിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT എൻട്രൻസ് എക്സാം ഫെബ്രുവരി 5-ന്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. 2 രീതിയിലുള്ള പരീക്ഷകളും, ഓഫ്ലൈൻ രീതിയിലും ഓൺലൈൻ രീതിയിലുള്ള പരീക്ഷയും കുട്ടികൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇന്ത്യയിൽ ആകെ 60 എക്സാം സെൻറ്ററുകളാണ് അനുവദിച്ചിരിക്കുന്നത്. മറൈൻ എഞ്ചിനീയറിംഗ്, നേവൽ ആർക്കിടെക്ചർ, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ് പോലെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ക്യാമ്പസിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2024 ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ അവസാനത്തെ ആഴ്ച നടക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ admissions.kusat.ac.in എന്ന വെബ്സൈറ്റ് വഴി ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ അപേക്ഷിക്കുവാൻ സാധിക്കും.
അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് ഈ വർഷവും 2 അവസരങ്ങൾ. ആദ്യ സെഷൻ ജനുവരി 16 മുതൽ 22 വരെയും രണ്ടാമത്തെ സെഷൻ മെയ് 10 മുതൽ 14 വരെയും ഓൺലൈൻ എൻട്രൻസ് എക്സാമായി നടക്കും. ആദ്യ സെഷൻ പരീക്ഷയുടെ മാർക്ക് രണ്ടാമത്തെ സെഷനിലൂടെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസരവും ഉണ്ടാവും. ഇതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലായിരിക്കും ബിടെക്കിന് പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ് amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. 2023 നീറ്റ് എൻട്രൻസ് എക്സാമും കേരള വഴിയും പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള റീഫണ്ട് നടപടികളിലേക്ക് കേരള എൻട്രൻസ് കമ്മീഷണർ ഈ മാസം കടക്കും. എഞ്ചിനീയറിംഗിൻ്റെയും മെഡിക്കലിൻ്റെയും പ്രവേശനം ലഭിച്ച കുട്ടികൾക്കും യാതൊരു അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്കും റീഫണ്ട് ഇനത്തിൽ തിരികെ തരാനുള്ള പൈസ അതാത് അക്കൗണ്ടുകളിലേക്ക് ഈ മാസം ലഭിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ കോട്ട വഴി ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ഡീംഡ് മെഡിക്കൽ കോളേജിലും പ്രവേശനം ലഭിച്ചവർക്കും യാതൊരു അലോട്ട്മെൻറ്റും ലഭിക്കാത്തവർക്കുള്ള mcc.nic.in എന്ന വെബ്സൈറ്റ് വഴിയുള്ള റീഫണ്ട് നടപടികളും ജനുവരി 15 പൂർത്തീകരിക്കുന്നതായിരിക്കും. CMC വെല്ലൂർ അടക്കമുള്ള തമിഴ്നാട്ടിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് വേണ്ടിയിട്ട് tnmedicalselection.net എന്ന വെബ്സൈറ്റ് വഴി 1 ലക്ഷം രൂപ അടച്ച് അപ്ലൈ ചെയ്തവർക്കുള്ള റീഫണ്ട് നടപടികൾ TN മെഡിക്കൽ ആരംഭിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർണാടകത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ പ്രവേശനം ആഗ്രഹിച്ച് അലോട്ട്മെൻറ്റ് നടപടികളിൽ പങ്കെടുത്തവരുടെ റീഫണ്ട് സെക്ഷനുകളും ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നതാണ്. ഈ ആഴ്ചയിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.